ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിഡിലനാലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോടെ നോക്കാൻ പോകുന്ന നമ്മളെ ഫ്രീ ഫയർ തന്നെ കുറെ അധികം പെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ പെറ്റുകളെ നമ്മളെ സ്കില്ല് നോക്കിയാൽ പോലും, അപ്പോൾ നമ്മൾ വായിച്ചു നോക്കിയാൽ പോലും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ സ്കില്ല് ഇതാണ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോടെ നോക്കാൻ പോകുന്ന നമ്മളെ ഫ്രീ ഫയറിലെ എല്ലാ പെറ്റുകളും സ്കില്ല് നമ്മൾ ടെസ്റ്റ് സഹിതം ഈ വീഡിയോ വഴി കാണിച്ചു തരാൻ പോകണം. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ പെറ്റിനെ കാണുന്ന ടൈമിൽ ഇതിന്റെ സ്കില്ല് ഇതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് ആരും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്ന വീഡിയോ ആണ്. അത് നമ്മൾ എല്ലാ പെറ്റിൻ്റെ സ്കില്ല് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത്, അല്ലാതെ ഞാൻ വലിച്ചു നീട്ടിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഒരു ലൈക്ക് കൂടും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണാം ഈ പെറ്റാട്ടോ. അപ്പോൾ എന്തായാലും ഈ പെറ്റിൻ്റെ നെയിമീസ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നെയിം ഇട്ടുള്ളത് CJ9 ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ പെറ്റിൻ്റെ നെയിം ഇട്ടത് അതുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പെറ്റിൻ്റെ ശരിക്കുള്ള നെയിം നമുക്ക് നോക്കുകയാണെങ്കിൽ ഡ്രാഗോ പെറ്റ് എന്താ തോന്നുന്നുണ്ട്. അപ്പോൾ പേര് എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈ പെറ്റിൻ്റെ സ്കില്ലാണ്. അപ്പോൾ പെറ്റിൻ്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ കിഡിലെ നല്ല സ്കില്ലാട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമീസ് ആരെങ്കിലും മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. 30 മിനിറ്റിൻ്റെ അകത്ത് എനിമീസ് ആരും നിന്നുകൊണ്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഐക്കൺ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ മോക്കോ ചേച്ചിക്ക് കാണിച്ചു തരില്ല. അപ്പോൾ ഐക്കൺ കാണിച്ചില്ല, തലിൻ്റെ മുകളിലായിട്ടൊരു ഐക്കൺ. അപ്പോൾ അതുപോലെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാം ഇങ്ങനെ മെഡിക്കറ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ബ്രോ മെഡിക്കറ്റ് യൂസ് ചെയ്യണേണോ വേറെ എന്തെങ്കിലും സ്കില്ലിൻ്റെ ഐക്കൺ ആവോ? ഓക്കെ, കുറേ ആൾക്കാർ കുറേ അധികം ഡോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. കുറേ ആൾക്കാർ ബ്രോ പറഞ്ഞതുപോലെ അല്ല, അത് അങ്ങനെയല്ല സ്കില്ല് വർക്ക് ആവുന്നൊക്കെ കുറേ ആൾക്കാർ തർക്കിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് കമൻറ്റൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണണം ഈ എനിമീസ് ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യേണ്ട കറക്റ്റ് സ്കില്ല് പ്രകാരം നമുക്ക് ഐക്കൺ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വർക്ക് ആവട്ടെ. അപ്പോൾ 30 മീറ്ററിനുള്ളിൽ എനിമീസ് മെഡിക്കറ്റ് യൂസ് ചെയ്താൽ മതി. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ കാണിച്ചു തരും. 4 പ്ലേയേഴ്സ് വരെ കാണിച്ചു തരും. അപ്പോൾ നല്ലൊരു സ്കില്ലാണ്. അപ്പോൾ ക്ലാഷ് കോഡ്ലീസ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്കില്ലാണ്. അപ്പോൾ നെക്സ്റ്റ് പെറ്റിൻ്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫാങ്ങിൻ്റെ ആണ്. അപ്പോൾ ഫാങ് പെറ്റിൻ്റെ സ്കില്ലാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫാങ് പെറ്റ് നിങ്ങൾ ഒരിക്കലും സോളോ ആയിട്ട് പ്ലേ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ഡുവോ അല്ലെങ്കിൽ സ്കോഡൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് കാരണം. ഈ പെറ്റിൻ്റെ സ്കില്ല് വർക്കാൻ പോകുമ്പോൾ നമ്മൾ ടീമേറ്റ് എനിമിന്റെ കൈ കൊണ്ട് നോക്കാവുക അല്ലെങ്കിൽ കില്ലാവുന്ന ടൈമിലാണ് നമുക്ക് ഈ പെറ്റ് വഴി നമുക്ക് ഇതിന്റെ പവർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ പവർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് HP കുറവാണെങ്കിൽ നമുക്ക് 15 HP കിട്ടും. അപ്പോൾ നമ്മൾ ടീമേറ്റ് നോക്കാവേ നമ്മളെ ടീമേറ്റിനെ കില്ല് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 HP കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് HP കുറവാണെങ്കിൽ മാത്രം. അപ്പോൾ 200 HP നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന പോലെ തന്നെ 200 HP ഉണ്ടെങ്കിൽ നമ്മൾ ടീമേറ്റ് നോക്കാവുന്ന ടൈമിൽ നമുക്ക് കിട്ടാൻ പോകുന്ന HP അല്ല കേട്ടോ. അപ്പോൾ HP കുറവാണെങ്കിലാണ്. അപ്പോൾ 200 താഴെ HP ആണെങ്കിൽ മാത്രമാണ് HP കിട്ടുക, 15 HP കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് HP ഇതുപോലെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന പോലെ തന്നെ 200 HP ഉണ്ടെങ്കിൽ നമ്മൾ ടീമേറ്റ് നോക്കാവുന്ന ടൈമിൽ നമ്മളെ പെറ്റിൻ്റെ സ്കില്ല് പ്രകാരം നമുക്ക് കിട്ടാൻ പോകുന്നത് 30 EP ആട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന പോലെ തന്നെ 30 EP. അപ്പോൾ നമ്മൾ ടീമേറ്റ് നോക്കാവുന്ന ടൈമിൽ തന്നെ 30 EP നമുക്ക് കയറുന്നത് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സംഭവം അപ്പോൾ അതുപോലെ തന്നെ പെറ്റിൻ്റെ ഒരു 25 സെക്കൻഡ് ഒരു കൂടുതൽ ടൈം കൂടി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്ന ടൈമിൽ ആ കൂടുതൽ സെക്കൻഡ് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ ബ്രോ 2 ടീമേറ്റ് നോക്കായി എനിക്ക് HP ആകെ കിട്ടിയ 30 EP എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിക്കുക. കൂടുതൽ ടൈം നമ്മൾ എന്തായാലും ഒരു വട്ടം സ്കില്ല് വർക്ക് ആയതുകൊണ്ട് നെക്സ്റ്റ് ടൈമിൽ സ്കില്ല് വർക്ക് ആവാൻ വേണ്ടി നമ്മളൊരു 25 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് പെറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒറ്റോറ പെറ്റ് എന്താ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എയിമിട്ടുള്ളത് CJ13. നെക്സ്റ്റ് ആയിട്ട് ഈ പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് നമ്മളൊരു മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 75 HP ആണ് കയറാൻ പോകുന്നത്. സാധാരണ മെഡിക്കറ്റിന്റെ കാര്യം പറയുന്നത് സൂപ്പർ മെഡിക്കറ്റ് ഒക്കെ നമുക്ക് ഫുൾ EP കയറും. ഓക്കെ, അപ്പോൾ 200 ഡാമേജ് ഉണ്ടെങ്കിൽ, അപ്പോൾ 200 ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഡ് ആയിട്ട് പോകും. അപ്പോൾ ഒരു HP ആണെങ്കിൽ പോലും നമ്മൾ സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്യണം, ഫുൾ HP നമുക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു മെഡിക്കറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ക്ലിപ്പോട് ആടിയിട്ടുണ്ട്. ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 75 HP ആണ് കയറാൻ. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി അവിടെ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാധാ മെഡിക്കറ്റ് ഞാൻ ഇപ്പോൾ ഈറ്റ് ചെയ്യുകയാണ്. ആ ടൈമിൽ നമുക്ക് 75 HP പകരം കയറാം. ഓക്കെ, അപ്പോൾ 75 HP കയറുന്ന ടൈമിൽ 75 HPന്റെ 65% EP നമുക്ക് കയറും. അപ്പോൾ ഞാനിപ്പോൾ മെഡിക്കറ്റ് അടിച്ച ശേഷം തന്നെ എനിക്കിപ്പോൾ ചെറുതായിട്ട് EP കയറുന്നവിടെ കാണുന്നുണ്ട്. അപ്പോൾ 41 EP ഇവിടെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 75 HPന്റെ 65% ആണ് EP കയറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ശതമാനം EP കയറും. അതാണ് ഈ പെറ്റിൻ്റെ സ്കില്ല്. അപ്പോൾ നെക്സ്റ്റ് ആയി നമ്മൾ നോക്കാൻ പോകും നമ്മൾ എത്തി പെറ്റിൻ്റെ സ്കില്ലാണ്. അപ്പോൾ എത്തി പെറ്റിൻ്റെ സ്കില്ലാണ്. എത്തി പെറ്റിൻ്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എത്തി പെറ്റിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോസീവ് ആവുന്ന ഈ വെപ്പൺസിൻ്റെ
ഡാമേജ് നിന്ന് 30% നമുക്ക് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡാമേജ് 30% കുറക്കുന്ന പറഞ്ഞത്. അപ്പോൾ എക്സ്പ്ലോസീവ് വെപ്പൺസിലെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ ഗ്രനേഡ്. അപ്പോൾ മെയിൻ ആയ ഉദാഹരണം ഗ്രനേഡ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞാൻ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ എത്തിപ്പറ്റി യൂസ് ചെയ്യാതെ ഇപ്പം നമ്മൾ ഗ്രനേഡ് വെച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഗ്രനേഡ് വെച്ചുകൊണ്ട് പൊട്ടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഡെഡ് ആവേണ്ട നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണാം ആ ടൈമിൽ ഞാൻ ഡെഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു HP പോലും ഇല്ല, ഡെഡ് ആയിട്ട് പോയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിപ്പറ്റി ഞാൻ എടുത്തിട്ട് ഈ ടെസ്റ്റ് തന്നെ ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്തിപ്പറ്റി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഗ്രനേഡ് അതുപോലെ തന്നെ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങളിവിടെ കാണേണ്ട 51 HP ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഡെഡ് ആയിട്ടുള്ള 51 HP ഇനിയും ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒരു മാച്ച് തന്നെ, അപ്പോൾ ഗ്രനേഡ് വെച്ചുകൊണ്ടുള്ള അറ്റാക്ക് നോക്കാൻ നമുക്കൊരു മാച്ച് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്കില്ലാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ താറാവ് പെറ്റിൻ്റെ സ്കില്ലാണ്. അപ്പോൾ താറാവ് പെറ്റിൻ്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ 60% മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവുന്ന സ്കില്ലാണ്. ഇപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡ് പറയുമ്പോൾ കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന സ്കില്ല് പോലൊക്കെ നിങ്ങൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്രൗച്ചിങ് ആണ്. ക്രൗച്ചിങ് മൂവ്മെൻറ്റ് സ്പീഡാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഇതുപോലെ മണ്ടുന്ന സ്പീഡൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതല്ല, ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇരുന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റ് സ്പീഡ്. അപ്പോൾ ഇരുന്നുകൊണ്ട് നമ്മൾ ക്രൗച്ച് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ക്രൗച്ച് പറയുക. അപ്പോൾ ഇങ്ങനെ ക്രൗച്ച് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ് സ്പീഡാണ് ഇൻക്രീസ് ആവുക. മറ്റേതിൽ പെറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ക്രൗച്ച് ചെയ്തുകൊണ്ട് മൂവ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ വളരെയധികം സ്ലോ ആയിട്ട് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ താറാവ് പെറ്റ് എടുക്കൊണ്ടാണ് ഇത്രയധികം മൂവ്മെൻറ്റ് സ്പീഡ് കേട്ടോ. അപ്പോൾ നല്ലൊരു പെറ്റാണ്, നല്ല അഡ്വാൻറ്റേജ് ഉള്ള പെറ്റ്. അതും 60% ആണ് നമുക്ക് ക്രൗച്ചിങ്ങിൽ മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ മറ്റൊരു കിഡിലെ നല്ലൊരു പെറ്റാട്ടോ. അപ്പോൾ നമ്മുടെ റോക്കി പെറ്റാണ്. അപ്പോൾ റോക്കി പെറ്റിൻ്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ക്യാരക്ടറിനും കൂടുതൽ ടൈം ഉണ്ടാവും, കൂടുതൽ ടൈം. അപ്പോൾ നമ്മൾ ഒരു ടൈമിൽ സ്കില്ല് യൂസ് ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്കില്ല് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 30 സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടില്ല. എക്സാമ്പിളായിട്ട് ഒരു 100 സെക്കൻഡ് ഉള്ള ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, ഒരു ക്യാരക്ടർ സ്കില്ല് ആയിക്കോട്ടെ. അപ്പോൾ അത് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടൈമിൽ ആ സ്കില്ല് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 100 സെക്കൻഡോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഈ പെറ്റായിട്ട് നമ്മൾ റോക്കി പെറ്റിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ 85 സെക്കൻഡ് ആവുന്ന ടൈമിൽ തന്നെ അത് നമുക്ക് വീണ്ടും ആ സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 15 സെക്കൻഡോളം അത് കുറച്ച് കാലം, അപ്പോൾ 15% ആണ് കുറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 100 സെക്കൻഡിൻ്റെ സ്കില്ലൊന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല. അപ്പോൾ ഓൺലി 60 സെക്കൻഡ്, ഒരു മിനിറ്റിൻ്റെ ഉള്ളിലുള്ള സ്കില്ലുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ റോക്കി പെറ്റ് കാരണം നമുക്ക് 15% കൂടുതൽ ടൈം കുറക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്കിങ്ങനെ ആക്റ്റീവ് സ്കിൽ ഇങ്ങനെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് റോക്കി പെറ്റ് പ്രകാരം നമ്മൾ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറിന് വരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ അറവൻ പെറ്റിന്റെ സ്കില്ലും കാണലൊക്കെ നോക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് VR-ലേക്കുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ CS-ൽ ഈ ക്യാരക്ടർ നിങ്ങൾ യൂസ് ചെയ്യുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഉപകാരം വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ പെറ്റിന്റെ സ്കില്ല് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നോക്കി. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ബെർമുഡ മാപ്പ് പീക്കിൽ എനിമീസ് ഉണ്ടോ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അതേ ടൈമിൽ തന്നെ ക്ലോക്ക് ടവറിൽ എനിമി ഉണ്ടോ നോക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഫാക്ടറിൽ എനിമി ഉണ്ടോ നോക്കാൻ പറ്റും. അത് നമ്മൾ ഒരു ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ നമുക്ക് മില്ലിൽ നിന്നുകൊണ്ട് ഈ 3 പൊസിഷൻ നോക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നത് നമ്മുടെ പെർഗട്ടറി മാപ്പിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്യാൻ വന്നു. ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ മാപ്പ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ഇവിടെ നമുക്കൊരു ഐക്കൺ കാണാൻ പറ്റും. ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, അതിന് ഞെക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഏത് സ്ഥലത്താണ് എനിമീസ് ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി നമ്മൾ നോക്കുക. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിലാണ് എനിമി ഉണ്ടോ എന്ന് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഞെക്കുക. അപ്പോൾ സെൻറ്ററിൽ ഞെക്കിയ ശേഷം നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് വരും. അപ്പോൾ ടിക്ക് മാർക്ക് വെക്കുക. അപ്പോൾ ടിക്ക് മാർക്ക് വരും, ഒരു ശരി മാർക്ക് വരും, അതുപോലെ തന്നെ തെറ്റിൻ്റെ മാർക്ക് വരും. അപ്പോൾ ശരി നെക്സ്റ്റ് ആയിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ആ ഏരിയയിൽ എത്ര എനിമീസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും ആ ഏരിയയിൽ 4 എനിമി ഉണ്ട്. അപ്പോൾ 4 ആൾക്കാരുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഒരു 50 മീറ്റർ റേഡിയേഷനിലാണ് കാണിക്കുന്നത്, അല്ലാതെ സെൻറ്റർ ഫുൾ ഏരിയ കവർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ സർക്കിൾ കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള 4 എനിമീസിനാണ് കാണാം. അപ്പോൾ അതും എത്ര എനിമി ഉണ്ട് ഇതുപോലെ തന്നെ നമ്പറായിട്ട് കാണിച്ചു തരും കേട്ടോ. അതിന് നമുക്ക് ലിമിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ 4 എനിമി പറഞ്ഞുകൊണ്ട് തന്നെ 4 എനിമിന് മാത്രമാണ് കാണിച്ചു തരാമെന്നൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് നമ്മൾ ലോംബർ മില്ലിലാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്ത ടൈമിൽ ഒരാൾ പോലും ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഒരാൾ കാണിച്ചു. ഒരു പക്ഷേ ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് ആ എനിമീസ് പുറത്ത് പോകേണ്ട ആക്കാരം പിന്നെ 0 ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും സർക്കിളിൻ്റെ അകത്ത് എത്ര എനിമി ഉണ്ടെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു സ്കില്ലാണ്. അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നല്ല, ഒരു മാച്ചിൽ 3 വട്ടമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നല്ല സ്കില്ലാണ്. BR-ൽ റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലസിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ഫാൽക്കോ പെറ്റിൻ്റെ സ്കില്ലാണ്. അപ്പോൾ ഫാൽക്കോ പെറ്റ്
ഒക്കെ നമ്മൾ ഫ്രീ ഫയർ വളരെയധികം റയർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. എല്ലാ പ്ലേസും റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മാപ്പിന്റെ ലോങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ ആശ്രയിച്ചിട്ടുള്ള ഒരു പെറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഈ നമ്മൾ കയറിയ അപ്പോൾ 2-3 അപ്ഡേറ്റ് ആയി തോന്നുന്നുണ്ട്. ഇതിന്റെ പെറ്റിന്റെ സ്കില്ല് നൈസായിട്ടാണ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പെറ്റിന്റെ സ്കില്ല് അത്രക്കും വെറുത്തായിട്ടൊന്നും തോന്നുന്നില്ല. എങ്കിൽ പോലും നമ്മൾ നല്ല ടഫസ്റ്റ് ആയ ഏരിയയിൽ ഇപ്പോൾ സൂണൊക്കെ ചുരുങ്ങിയോണ്ട് നല്ല ടഫല്ല. അപ്പോൾ എനിമീസ് ഒക്കെ തിങ്ങി നിൽക്കുന്ന ഏരിയയിലൊക്കെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഇത് യൂസ്ഫുൾ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ പാരച്യൂട്ടും ഇറങ്ങുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ റിവൈവ് ഒക്കെ ആയിട്ട് വരുന്ന ടൈമിലൊക്കെ വീണ്ടും നമ്മൾ ഒരു വട്ടം നമ്മളെ കില്ല് ചെയ്തുകൊണ്ട് വീണ്ടും റിവെഞ്ച് ഒക്കെ അടിച്ചുകൊണ്ട് നമ്മളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ കുറേ അധികം എനിമീസ് ഒക്കെ വീണ്ടും നമ്മൾ സ്കോപ്പ് ചെയ്തുകൊണ്ടൊക്കെ അടിച്ച് വീഴ്ത്തുന്ന പല സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ പാരച്യൂട്ടുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ എനിമീസ് സ്കോപ്പ് യൂസ് ചെയ്തതിന് ഓട്ടോ എനിമീസ് വർക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ അത് പ്രകാരം നമ്മൾ കില്ല് അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെയധികം സ്കില്ലുള്ള പ്ലെയറൊക്കെ അടിച്ചിടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മോണി പെറ്റിന്റെ സ്കില്ലാട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഏലിയൻ പെറ്റിന്റെ സ്കില്ലാണ്. അപ്പോൾ ഈ പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ 35% ഡാമേജ് റെഡ്യൂസ് ചെയ്യുന്നൊരു പവറാണ്. അപ്പോൾ 35% എനിമീസീസ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ 35% ഡാമേജ് നമുക്ക് കുറച്ച് തരും. അപ്പോൾ അതുവഴി നമുക്ക് ഈ മാച്ച് തന്നെ ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ പെറ്റ് നിങ്ങൾ ആഡ് ചെയ്ത ശേഷം വെറുതെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പെറ്റിൻ്റെ സ്കില്ലീസ് വർക്ക് ആവാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പെറ്റിൻ്റെ സ്കില്ല് വർക്ക് ആവാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ മെഡിക്കിറ്റ് ഈറ്റ് ചെയ്യണം, മെഡിക്കിറ്റ് അടിക്കണം. അതുപോലെ തന്നെ മഷ്റൂം ഈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് താഴെ മഷ്റൂം ഉണ്ടല്ലോ, അപ്പോൾ അത് ഈറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻഹേലർ അടിക്കുക. അപ്പോൾ അടിക്കുന്ന ടൈമിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ നമുക്ക് റോക്കി പെറ്റ് അല്ല നമ്മുടെ മോഡി പെറ്റിൻ്റെ ഒരു ഐക്കൺ വരും. മെഡിക്കറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ നമുക്കൊരു ഐക്കൺ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഐക്കണായിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ എനിമീസീസ് നമ്മൾ അടിക്കുന്ന ടൈമിലാണ് 35% നമുക്ക് ഡാമേജ് റെഡ്യൂസ് ആവാട്ടോ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പെറ്റീസ് വളരെയധികം മോശമുള്ളൊരു പെറ്റായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിമീസ് നമ്മൾ അടിക്കുന്ന ടൈമിൽ നമ്മൾ എഡിക്കിറ്റും ഇൻഹേലറൊക്കെ അടിച്ച് നിൽക്കുക നമ്മൾ തിരിച്ചടിക്കാനോ നോക്കുക. അപ്പോൾ ആകെ സീനായിട്ട് മാറും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരു മുന്നറിയിപ്പ് പോലെ നമ്മൾ പെട്ടെന്ന് മെഡിക്കറ്റ് അടിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഈ പെറ്റ് കാരണം സേവ് ആവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ എങ്കിൽ പോലും വളരെയധികം മോശമായൊരു സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഓൾഡ് ആയാലും നമ്മൾ എന്താ പെറ്റിൻ്റെ പേര് നമുക്ക് നോക്കുകയാണെങ്കിൽ ഷിബ പെറ്റ് എന്താട്ടോ. അപ്പോൾ ഓൾഡസ്റ്റ് ആയാലൊരു പെറ്റാണ്. അപ്പോൾ ഈ പെറ്റിൻ്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മഷ്റൂം ഈസ് നമുക്ക് കാണിച്ചിരുന്ന പെറ്റാണ്. അപ്പോൾ ഓൾഡ് സ്റ്റാലെ പെറ്റാണ് തന്നെ ഓൾഡ് പ്ലേസിനൊക്കെ പെറ്റിൻ്റെ സ്കില്ല് അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവറി 120 സെക്കൻഡിലാണ് നമുക്ക് പെറ്റിൻ്റെ സ്കില്ല് വർക്ക് ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂൾഡോ സെക്കൻഡ് ഉണ്ട്, കൂൾഡോ ടൈം ഉണ്ട്. 120 സെക്കൻഡാണ് കൂൾഡോ ടൈം ഉള്ളത്. അപ്പോൾ 120 സെക്കൻഡ് ആണ് ടൈമിലാണ് നമുക്ക് മഷ്റൂം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 30 സെക്കൻഡോളം ഇതുപോലെ കാണിച്ചു തരും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മഷ്റൂമിൻ്റെ ഒരു ഐക്കൺ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് മഷ്റൂം ഉണ്ടെന്നാണ് നമ്മളെ പെറ്റ് കാണിച്ചിരുന്നത്. അതും നമുക്ക് ഏകദേശം 30 സെക്കൻഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ പൊസിഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്യുക അല്ല നമ്മൾ കണ്ടുപിടിക്കുക എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ മഷ്റൂമീസ് നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ നേരം തിരഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നല്ലൊരു പെറ്റാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെറ്റാണ്. ഓക്കെ, മഷ്റൂമൊക്കെ ഈറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ഈപ്പൊക്കെ വേണ്ട ക്യാരക്ടർ സ്കില്ലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ഈ പെറ്റിനെ ചൂസ് ചെയ്യുക, എന്തുകൊണ്ടും നല്ലതായിട്ട് മാറും. അപ്പോൾ അതും ഒരു BR പെറ്റായിട്ട് എനിക്ക് പറയാമല്ലോ കേട്ടോ. അപ്പോൾ ഇതും BRൽ പ്ലേ ചെയ്യുന്ന ടൈമിൽ ഷിബ പെറ്റിന് യൂസ് ചെയ്യാൻ എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഏജന്റ് ഹോപ്പ് പെറ്റാട്ടോ. അപ്പോൾ ഏജന്റ് ഹോപ്പ് പെറ്റിന്റെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൂൺ സ്ട്രിങ് ആവുന്ന ടൈമിൽ നമുക്ക് 50 EP ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നൊരു സ്കില്ലാട്ടോ. അപ്പോൾ ഇത് നമുക്ക് BRൽ വർക്ക് ആവുന്ന ഒരു സ്കില്ല് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ BRൽ യൂസ് ചെയ്യാൻ എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ സൂൺ സ്ട്രിങ്കിങ്ങിന്റെ ടൈമിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സൂൺ നമുക്ക് സ്റ്റാർട്ട് ആൻ ടൈമിൽ അപ്പോൾ സൂൺ വരുന്ന ടൈമാണ് ഞാൻ പറയുന്നത്. സൂൺ സ്ട്രിങ്കിങ് പറയുമ്പോൾ സൂൺ വരുന്ന ടൈമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സൂൺ മുതൽ ലാസ്റ്റ് സൂണിന് വരെ അപ്പോൾ എത്ര സൂൺ വരുന്നു അതിനൊക്കെ നമുക്ക് 50 EP വീതം ഇങ്ങനെ കിട്ടിങ്ങോട്ടിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 50 EP കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ട അപ്പോൾ സൂൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സൂൺ സ്ട്രിങ്കിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 EP അപ്പോൾ ഒന്നും ചെയ്യാതെ 50 EP നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ നമ്മളെ കാറ്റസ് പെറ്റാണ്. അപ്പോൾ കാറ്റസ് പെറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയായ പെറ്റാട്ടോ. അപ്പോൾ അടിപൊളിയായ പെറ്റാണ്. അപ്പോൾ കാറ്റസ് പെറ്റിൻ്റെ സ്കില്ലീസ് വർക്ക് ആവാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ നമ്മളൊന്നും ചെയ്യാതെ ഒരു 6 സെക്കൻഡ് ജസ്റ്റ്
ജസ്റ്റ് ഒരു 6 സെക്കൻഡ്. അപ്പോൾ 6 സെക്കൻഡ് നമ്മളൊന്നും ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ, ഒരേ സ്ഥലത്ത് തന്നെ നമ്മളൊരു മൂവ്മെന്റ് പോലും കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 100 രൂപയാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒറ്റയടിക്ക് 100 രൂപയാണ്ട് കയറി കിട്ടും. അപ്പം നല്ലൊരു പെറ്റാണ് ഞാനിവിടെ സ്കില്ലീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് വീഡിയോ ക്ലിപ്പ് പ്രകാരം ഇവിടെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് സർവേ ചെയ്ത് കളിക്കുന്ന പ്ലേസിലൊക്കെ എന്തുകൊണ്ടും നല്ലതായിട്ട് മാറും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഈ ടവറിൻ്റെ അകത്ത് പോയിക്കൊണ്ട് 6 സെക്കൻഡ്, അപ്പോൾ നിങ്ങൾക്ക് എണ്ണ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 6 സെക്കൻഡ് ആവുന്ന ടൈമിൽ നമുക്ക് 100 ഇപ്പം ഇങ്ങനെ കയറി വരുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളിയായൊരു പെറ്റാണ്. അപ്പോൾ ഇത് 100 EP ആവുന്ന ടൈമിൽ ഇത് സ്റ്റോപ്പ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ 100 EP വരെയാണ് നമുക്ക് മാക്സിമം ഈ പെറ്റ് പ്രകാരം കയറാൻ പോകുന്നത്. പിന്നീട് EP കുറേ ആണെങ്കിൽ നമുക്ക് ഈ പെറ്റ് പ്രകാരം നമ്മൾ വീണ്ടും അനങ്ങാൻ നിൽക്കുകയാണെങ്കിൽ EP ഇങ്ങനെ കയറിയും കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കാറ്റസ് പെറ്റിന്റെ സ്കില്ല്. അപ്പോൾ നെക്സ്റ്റ് ആയി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജാസിൽ പെറ്റിന്റെ സ്കില്ലാട്ടോ. അപ്പോൾ ജാസിൽ പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ 50% ചാൻസ് ആണ് അത് വർക്ക് ആവാനുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ടൈമിലും ഇത് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ അവത്തിനത് വർക്കാൻ പോകുന്നത് നമ്മൾ മെഡിക്കറ്റ് ഈറ്റ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ നമ്മൾ മെഡിക്കറ്റ് ഈറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൽ റിവാർഡ്സ് ആയിട്ട് 50%, ഓക്കെ, അപ്പോൾ 50% ഒരു വർഷം നമുക്കിതിൽ ഇൻഹേലർ ആയിട്ടോ റിപ്പയർ കിറ്റ് ആയിട്ടോ മെഡിക്കറ്റ് ആയിട്ടോ ഒക്കെ റിവാർഡ്സ് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പെറ്റ് പ്രകാരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു മെഡിക്കറ്റ് ഈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെഡിക്കറ്റ് ഈറ്റ് കംപ്ലീറ്റ് ആയ ടൈമിൽ, അപ്പോൾ മെഡിക്കറ്റ് ഫുള്ളി അടിച്ച് കഴിയുന്ന ടൈമിൽ നമുക്ക് റിവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ഐക്കം വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാഗിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഒരു ഐക്കം വരും. അപ്പോൾ ഞാൻ ബാഗ് ഓപ്പൺ ചെയ്ത ടൈമിൽ എനിക്ക് കാണാൻ പറ്റിയത് മെഡിക്കിറ്റ് ആട്ടോ. അപ്പോൾ എനിക്ക് മെഡിക്കിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 മെഡിക്കിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മെഡിക്കിറ്റ് അടിച്ച ടൈമിൽ 2 കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും 3 മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കിറ്റാണ് കിട്ടിയുള്ളത്. അപ്പോൾ അതിന് ഇതിൽ ഇൻഹേലർ ആയിട്ടും റിപ്പയർ കിറ്റ് ആയിട്ടും അതുപോലെ മെഡിക്കിറ്റ് ഒക്കെയാണ് നമുക്കിതിൽ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ തെറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഗണ്ണൊക്കെ കിട്ടുമോ, അതുപോലെ തന്നെ നമുക്കിതിൽ വെസ്റ്റ് കിട്ടുമോ ഹെൽമെറ്റ് കിട്ടുമോ നമുക്ക് തെറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു കേട്ടോ. അതും നമുക്ക് ഈ സ്കില്ല് പ്രകാരം ചില ടൈമിലൊക്കെ നമുക്ക് റിവാർഡ്സും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 50% ആണ് ഇതിന്റെ സ്കില്ലീസ് വർക്ക് ആവാനുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം 70 സെക്കൻഡ് ഒരു കൂൾഡോ ടൈം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ മറ്റൊരു പെറ്റിന്റെ സ്കില്ലാട്ടോ. അപ്പോൾ പെറ്റ് നമുക്ക് നോക്കാം, നമ്മൾ വാഗർ പെറ്റാണ്, പോളിസ്റ്റാല പെറ്റാണ്. ഇപ്പം ഈ ടൈമിലൊന്നും ആരും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പെറ്റിന്റെ സ്കില്ല് പ്രകാരം നമുക്ക് ഗ്ലൂ വാളാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂ വാൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലൂ വാളൊക്കെ നമ്മുടെ കയ്യിലാവുന്ന ടൈമിൽ നമുക്ക് 100 സെക്കൻഡ് ആവുന്ന ടൈമിൽ, അപ്പോൾ എവറി 100 സെക്കൻഡ് ആവുന്ന ടൈമിൽ നമുക്ക് ഒരു ഗ്ലൂ വാൾ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ ഒരു കണ്ടീഷനിൽ നമ്മളെ കയ്യിൽ 2 ഗ്ലൂ വാൾ ആയിരിക്കണം, കുറഞ്ഞത് 2 ഗ്ലൂ വാൾ ആയിരിക്കണം. 3, 4 ഗ്ലൂ വാൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ പെറ്റിന്റെ സ്കില്ല് പ്രകാരം നമുക്ക് ഗ്ലൂ വാളേ കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഗ്ലൂ വാൾ തരുന്നത് കൂടാതെ നമ്മുടെ ഗ്ലൂ വാൾ മേക്കറിന്റെ മെഷീനിന് കുറച്ച് അഡ്വാൻറ്റേജ് കൂടി ഈ പെറ്റ് പ്രകാരം കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഗ്ലൂ വാൾ മേക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആമ പെറ്റിന്റെ സ്കില്ലാണ്. അപ്പോൾ ആമ പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണ്, നമുക്ക് ടെസ്റ്റ് ആയിട്ട് കാണിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിരുന്നത്, എങ്കിൽ പോലും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആമന്റെ ഒരു പുറന്തോടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും ആമ തോട് കാരണം. അപ്പോൾ പെറ്റ് നമുക്ക് തരാൻ പോകുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ എവിടുന്ന പ്രൊട്ടക്ഷൻ നമുക്ക് നോക്കുകയാണ്, ബാക്ക് എന്നുള്ള അറ്റാക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നമ്മൾ കൊളർക്കാൻ നിൽക്കുന്ന ടൈമിൽ എനിമീസീസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ബുള്ളറ്റ് വെച്ചും കൊണ്ടോ നൈഫ് വെച്ചും കൊണ്ടോ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ 20% ഡാമേജസ് റെഡ്യൂസ് ചെയ്യും, കുറക്കും. 20% ഡാമേജസ് കുറക്കും. നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു HP, അപ്പോൾ ഇതിന്റെ ഡ്യൂറബിലിറ്റി പോയിന്റ് നോക്കുകയാണെങ്കിൽ ഓൺലി 150 ആണ് കേട്ടോ. 150 പോയിന്റ് ആണ്. അപ്പോൾ അത് അതിന് ഒരു പക്ഷേ പണി പാളാൻ ചാൻസ് ഉണ്ട്. അതുതന്നെ കൂൾഡോ സെക്കൻഡ് ഉണ്ട്, ഓൺലി 90 സെക്കൻഡ് ആണ് കൂൾഡോ സെക്കൻഡ് ഉള്ളത്. അതുകൂടെ ശ്രദ്ധിക്കുക, കൂൾഡോ ടൈമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിന്നി പെറ്റിന്റെ സ്കില്ലാണ്. ഇപ്പൊ ഫിന്നി പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 20 മീറ്ററിന്റെ അകത്ത് നമ്മളൊരു എനിമിനെ നോക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ കില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 4% മൂവ്മെന്റ് സ്പീഡ് കിട്ടും. മൂവ്മെന്റ് സ്പീഡ് ബൂസ്റ്റ് കിട്ടും എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് വെറും 5 സെക്കൻഡ് മാത്രമാണ് വർക്ക് ആവാട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു 90 സെക്കൻഡ് കൂടുതൽ ടൈമും ഈ ഫിന്നി പെറ്റ്. എന്തായാലും മൂവ്മെന്റ് സ്പീഡ് ഒക്കെ മെയിൻ ആയിട്ട് നോക്കുന്ന പ്ലേയേഴ്സിന് എന്തായാലും ഫിന്നി പെറ്റൊക്കെ പെറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാട്ടോ. അപ്പൊ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ മറ്റൊരു പെറ്റാണ്. അപ്പൊ പെറ്റ് നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ടൈഗർ പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ മാൻ മാർക്കിംഗ് സ്കില്ലുകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എനിമീസിന്റെ ഒക്കെ തലന്റെ മുകളിലായിട്ട് മാർക്ക് ചെയ്തിരുന്ന സ്കില്ലുകൾ ഉണ്ടല്ലോ എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ സ്കില്ലുകളൊക്കെ നമ്മൾ എനിമീസീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ നമ്മളെ തലന്റെ മുകളിലായിട്ടാണ് എനിമീസിനീസ് ഐക്കൺ കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ ടൈം നമ്മളെ
ഈ പെറ്റ് കാരണം കുറക്കും. അപ്പോൾ 50% കുറക്കും. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് നോക്കാം. നമ്മുടെ ഷിറു ക്യാരക്ടറിന് അതുപോലെ തന്നെ മാൻ മാർക്കിംഗ് സ്കില്ലാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മോക്കോ ക്യാരക്ടറിനും അതുപോലെ തന്നെ മാൻ മാർക്കിംഗ് സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ സ്കില്ലുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് 2 ക്യാരക്ടറിന്റെ സ്കില്ല് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 10 സെക്കൻഡ് നമ്മൾ മോക്കോ ക്യാരക്ടറിന്റെ സ്കില്ല് പ്രകാരം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പെറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പകുതിയായിട്ട് വെറും 5 സെക്കൻഡ് മാത്രമേ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ എക്സാമ്പിൾ ടൈം പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പകുതിയായിട്ട് അത് മൈനസ് ആക്കി മാറ്റും. ടൈം ഈസ് കുറക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ബീസ്റ്റം പെറ്റ്. അപ്പോൾ നമ്മൾ മങ്കി പെറ്റിന്റെ സ്കില്ലാട്ടോ. അപ്പോൾ ബീസ്റ്റം പെറ്റിന്റെ പവർ നമുക്ക് നോക്കുകയാണെങ്കിൽ 30% ലോങ്ങിലേക്ക് നമ്മളെ ഗ്രനേഡ് പോലെ വെപ്പൺസ്, അപ്പൊ ഗ്രനേഡും ഫ്ലാഷ് ബോംബും മെൽറ്റിംഗ് ഗ്രനേഡും എല്ലാം നമുക്ക് ലോങ്ങിലേക്ക് എറിയാൻ പറ്റും. അപ്പൊ പെറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയിക്കാരോ അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ക്ലാഷ് കോളൊക്കെ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ്, ഇപ്പൊ ബോംബൊക്കെ യൂസ് ചെയ്യുന്ന പ്ലെയർ ആണെങ്കിൽ നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റാവുന്ന ഒരു പെറ്റാണ്. എല്ലാവർക്കും അറിയിക്കാരോ. അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് മാത്രം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞൊന്ന് മാത്രം. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റോബോ പെറ്റിന്റെ സ്കില്ലാട്ടോ. അപ്പൊ റോബോ പെറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂ ഒരു 100 HP ഡാമേജ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഷീൽഡ് പോലെ 100 HP ഡാമേജ് കാണാൻ പറ്റും. അപ്പോൾ ഡാമേജ് പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ HP പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ആ 100 HP ഷീൽഡ് പൊട്ടിച്ച ശേഷം മാത്രമേ നമ്മൾ ഗ്ലൂ വാളിന് ഡാമേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാൻ നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിക്ക് വ്യക്തമായിട്ട് ആ ഷീൽഡ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിന് കൂടുതൽ ടൈം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എല്ലാ ടൈമിലും മാച്ചിൽ ദീസ് വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ പാണ്ട പെറ്റിന്റെ സ്കില്ലാണ്. അപ്പൊ പാണ്ട പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അടിക്കുന്ന ഓരോ കില്ലിനും 10 HP ഇത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ പെറ്റിനും കൂടുതൽ ടൈം ഇല്ല. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അടുത്ത നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഫോക്സ് പെറ്റാണ്. അപ്പൊ ഫോക്സ് പെറ്റിന്റെ പവർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു മെഡിക്കറ്റ് ഈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നോർമൽ മെഡിക്കറ്റിന്റെ കാര്യം പറയുന്നത് നോർമൽ ആയിട്ടുള്ള മെഡിക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 75 HP ആണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഫോക്സ് പെറ്റാണ് നമ്മൾ പെറ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 HP എക്സ്ട്രാ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് നമ്മളെ ഫോക്സ് പെറ്റിന്റെ പവർ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പാന്തർ പെറ്റിന്റെ സ്കില്ലാണ്. അപ്പൊ പാന്തർ പെറ്റിന്റെ സ്കില്ല് വർക്കാൻ പോകുന്ന ഒരു ബാഗ് പോലെയാണ്. ഓക്കെ, അപ്പൊ ബാഗിൽ നമുക്ക് കുറെ അധികം ലൂട്ടും കാലൊക്കെ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ലെവൽ 1 ബാഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ലൂട്ടും കാലം എടുക്കാൻ പറ്റും. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ലൂട്ടും കാലും നമ്മൾ പാന്തർ പെറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതും ബാഗേ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഓൾഡ് ടൈമിലൊക്കെ റാങ്ക് പുഷ് ചെയ്ത ടൈമിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തൊരു പെറ്റ് തന്നെയാണ് നമ്മളെ പാന്തർ പെറ്റൊക്കെ. കാരണം നമുക്ക് കുറെ അധികം മെഡിക്കറ്റും കുറെ അധികം ലൂട്ടും കാലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാഗ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ മുകളിൽ പെറ്റുണ്ടെങ്കിൽ കുറെ അധികം നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പെറ്റാണ്. അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഹൂട്ട് പെറ്റിന്റെ സ്കില്ലാട്ടോ. അപ്പൊ ഹൂട്ട് പെറ്റിന്റെ സ്കില്ല് നമുക്ക് നോക്കാൻ നമ്മൾ ഫ്രീ ഫയർ തന്നെ സ്കാൻ ചെയ്യുന്ന കുറെ അധികം ഐറ്റം ഉണ്ടല്ലോ. അപ്പൊ ഡ്രോൺ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ കുറെ അധികം സ്കില്ലും കാണലൊക്കെ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് സ്കാൻ ചെയ്യുന്ന ഒരു ഐറ്റം നോക്കാം നമ്മൾ സ്കാനർ. അപ്പൊ നമുക്ക് ഡ്രോൺ ഒക്കെ കാണാൻ പറ്റില്ല, മിനി ഡ്രോൺ ഒക്കെ. അപ്പൊ നമ്മളൊക്കെ യൂസ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ഒക്കെ നമുക്ക് മീറ്റർ, അപ്പൊ അഡീഷണലി മീറ്റർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ പെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ആണ് നമുക്ക് മീറ്റർ കൂട്ടാൻ പറ്റും. അപ്പൊ സാധാരണയായിട്ട് ഡ്രോണ്, ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് ഒരു സ്കാനർ ഒരു 30 മീറ്റർ പോകുന്ന ഒരു സ്കാനർ ആണെങ്കിൽ നമ്മൾ ഈ പെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 40 മീറ്റർ പോകും. 10 മീറ്റർ അഡീഷണൽ ആയിട്ട്. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്നത് ആക്റ്റീവ് സ്കിൽ ക്യാരക്ടറിന്റെ പവറിൽ നമുക്ക് ഇതിൽ മീറ്റർ കൂട്ടാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലൂ ക്യാരക്ടറിന്റെ സ്കില്ല് നമുക്ക് ഇതിൽ സ്കാൻ ചെയ്യുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അപ്പൊ എനിമീസിന്റെ പൊസിഷനൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ഇത്ര മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് സ്കാൻ ചെയ്ത് കാണിച്ചതൊക്കെ നമ്മൾ ക്ലൂ ക്യാരക്ടറിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ നമുക്ക് 10 മീറ്റർ ഉണ്ട്. അപ്പൊ ഈ പെറ്റ് യൂസ് ആണെങ്കിൽ 10 മീറ്റർ അഡീഷണൽ ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ അത്രത്തോളം ദൂരത്തുള്ള എനിമീസിനോട് നമുക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ഇതാണ് നമ്മുടെ ഹൂട്ട് പെറ്റിന്റെ സ്കില്ല് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മളെ ഫ്രീ ഫയറിലെ എല്ലാ പെറ്റിന്റെ, അപ്പൊ സ്കില്ലുള്ള എല്ലാ പെറ്റിന്റെയും നമ്മൾ പവർ ഫുള്ളി നമ്മൾ വീഡിയോ ആയി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഏതെങ്കിലും വിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മൾ പോറിൻ പെറ്റിന്റെയാണ്. അപ്പൊ പോറിൻ പെറ്റി നമുക്ക് ആരെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ വളരെയധികം ഓൾഡ് സ്റ്റാർ പ്ലേയേഴ്സിന്റെ കയ്യിൽ മാത്രം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്കില്ല് മാത്രം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഫ്രീ ആയിട്ട് കിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ളൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണാം. ബൈ.